മമ്മൂട്ടി കമ്പനിയുടെ കളങ്കാവൽ കണ്ടു. ഒരു ഗംഭീര ചിത്രം തന്നെയാണ്. ഒരു മമ്മൂട്ടി ചിത്രമെന്ന് പറയാൻ പറ്റില്ല. വിനായകനും അത്രയ്ക്ക് നന്നായി അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ടീസറും മമ്മൂട്ടിയുടെ ഇൻ്റർവ്യൂ എല്ലാം കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു മമ്മൂട്ടി ആയിരിക്കും ഈ സിനിമയിലെ നായകനെന്ന്. എന്നാൽ ആ സങ്കല്പങ്ങളെ എല്ലാം തെറ്റിച്ചിരിക്കുന്നു മമ്മൂട്ടി. ഈ സിനിമയിൽ വിനായകനാണ് നായകൻ, മമ്മൂട്ടി വില്ലൻ തന്നെയാണ്. ഇന്ത്യൻ സിനിമയിലെ എന്നല്ല, ലോക സിനിമയിലെ ഒരു താരവും മുതിരാത്ത ഒരു കാര്യത്തിനാണ് മമ്മൂട്ടി മുതിർന്നിരിക്കുന്നത്. ഇവിടെ നായകനാവാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന മലയാള സിനിമയുടെയും ഇന്ത്യൻ സിനിമയിലെയും മുതിർന്ന താരങ്ങൾക്കിടയിൽ മമ്മൂട്ടി വ്യത്യസ്തനാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ സിനിമകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു, ഒന്നിനൊന്ന് പുതുമയുള്ളതായിരുന്നു. ആ ശ്രേണിയിലേക്ക് ഒരു ചിത്രം കൂടി, കളങ്കാവൽ, മമ്മൂട്ടിയുടെ തനി വില്ലനിസം. 1 മണിക്കൂറിൽ താഴെയാണ് ആദ്യ പകുതി വരുന്നത്. അവിടെ വിനായകൻ്റെ ചടുലതയാർന്ന അഭിനയ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ആദ്യ പകുതിയിൽ. പിന്നെ അത് പതിയെ മമ്മൂട്ടിയിലേക്ക് എത്തുന്നു. 1.25 മണിക്കൂറുള്ള രണ്ടാം പകുതിയിൽ മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്. കഥ എങ്ങോട്ട് പോകുന്നുവെന്ന് നമുക്കെല്ലാം അറിയാമെങ്കിൽ പോലും ആ മമ്മൂട്ടിയുടെ അഭിനയ മികവ് തന്നെയാണ് ആ കഥാപാത്രം ഇത്രയും മനോഹരമാക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന വില്ലനിസമെല്ലാം മാറി ഇതൊരു പുതിയ തലത്തിലേക്ക് മമ്മൂട്ടി ഈ കഥാപാത്രത്തെ കൊണ്ടുപോയി. പാലേരി മാണിക്യവും വിധേയനും ഭ്രമയുഗത്തിൻ്റെയും കൂടെ ഒരു സിനിമ കൂടി നമുക്ക് മമ്മൂട്ടിയുടെ കരിയർ ബസ്സിലേക്ക് എഴുതി ചേർക്കാൻ പറ്റും. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ കളങ്കാവൽ എന്ന ചിത്രം ഒരു സാധാരണ കഥയെ വളരെ വ്യത്യസ്തതയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നതിലാണ് ഈ സിനിമയുടെ വിജയം. കേരള പോലീസിൻ്റെ ഒരു അന്വേഷണവും അത് ചെന്നെത്തുന്നത് ഒരു തമിഴ്നാട്ടിലെ സ്ഥലവും അവിടെ ഒരാളിലേക്ക് ഇത് കേന്ദ്രീകരിക്കുന്നതുമെല്ലാം വളരെ പുതുമയോടുകൂടി സംവിധായകൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കളങ്കാവലിലെ വില്ലൻ്റെ അഭിനയം, അതായത് മമ്മൂട്ടിയുടെ അഭിനയം വളരെ വ്യത്യസ്ത രീതിയിലാണ് എന്ന് പറയാൻ കാരണം അതിലെ ഓരോ രംഗങ്ങളുടെയും നിശബ്ദതയും അതിലെ ഓരോ സംഭാഷണത്തിൻ്റെയും ആ ഭാവങ്ങളുമെല്ലാം ഒരു ആക്ടർ എങ്ങനെ ഒരു കഥാപാത്രമായി മാറുന്നു എന്ന് മറ്റുള്ളവർക്കൊരു പാഠം തന്നെയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വലിയ മെഗാതാരം ഒരു വില്ലനായി വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു വില്ലൻ കഥാപാത്രം അതെങ്ങനെ ആയിരിക്കണം, ഒരു മിതത്വത്തിൽ അതിൻ്റെ സംഭാഷണത്തിലെ മിതത്വം, നോക്കുന്നതും പറയുന്നതും നടക്കുന്നതിലെയും പുതുമ, ഇതെല്ലാം കൊണ്ട് ആ കഥാപാത്രത്തെ നമ്മുടെ മനസ്സിലേക്ക് സിനിമ കണ്ടിറങ്ങിയാലും നമ്മളെ വിട്ടുപോകാത്ത രീതിയിലേക്ക് ആ കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ട്. മമ്മൂട്ടി പറഞ്ഞതാണ് ശരി. അവിടെ ഒരു കഥാപാത്രമല്ല, മമ്മൂട്ടി എന്ന ആക്ടർ വിജയിക്കുന്നു. മമ്മൂട്ടി എന്ന മഹാനടനെ കണ്ടുകൊണ്ട് എഴുതിയ കഥാപാത്രമല്ല ഇത്. മമ്മൂട്ടി എന്ന ആക്ടർ ആ കഥാപാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് കളങ്കാവലിൻ്റെ വിജയവും. വിനായകൻ അവതരിപ്പിക്കുന്ന ജയകൃഷ്ണൻ എന്ന കഥാപാത്രം വിനായകനും ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആടിലും ആട് ടൂവിലും എല്ലാം കണ്ട വിനായകനൊന്നുമല്ല ഇതിൽ. ഒരു പക്ക പ്രൊഫഷണൽ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ, ഇതെല്ലാം വളരെ തന്മയത്വത്തോടു കൂടി തന്നെ വിനായകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. വിനായകൻ ഒരു സൈഡിൽ അത്രയും പെർഫോം ചെയ്ത് നിന്നതുകൊണ്ടാവണം മമ്മൂട്ടി എന്ന കഥാപാത്രത്തിന് ഇത്രയും നമ്മളുടെ ഇടയിൽ സ്വീകാര്യത കിട്ടുന്നത്. കാരണം ഒരു നല്ല വില്ലനുണ്ടെങ്കിലേ ഒരു നല്ല നായകനുള്ളൂ, ഒരു നായകനുണ്ടെങ്കിലേ ഒരു വില്ലനുമുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത് ജിബിൻ ഗോപിനാഥിൻ്റെ കഥാപാത്രമാണ്. വളരെ നല്ല രീതിയിൽ അദ്ദേഹവും അദ്ദേഹത്തിന് കൊടുത്ത കഥാപാത്രം 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്തിട്ടുണ്ട്. ഡൈസറയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയാണ് കളങ്കാവൽ. മുജീബ് മജീദിൻ്റെ തമിഴ് ടോണുള്ള കുറച്ച് ഗാനങ്ങളുണ്ട്. അത് ഈ സിനിമയിൽ കൊടുക്കുന്ന ഒരു ഭീകരതയുണ്ട്. അത് ആ തിയേറ്ററിൽ നിന്ന് ആ സിനിമ കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവും എന്തുമാത്രം ഭീകരതയാണ് ആ പാട്ടുകൾക്ക്, ആ ടോണുകൾക്ക് നമ്മളിൽ എത്തിക്കാൻ, ആ കഥാപാത്രത്തിൻ്റെ ഭീകരതയെ നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതെന്ന് അത് കണ്ടു തന്നെ ആസ്വദിക്കണം. ഫൈസൽ അലിയുടെ ഛായാഗ്രഹണം പറയാതിരിക്കാൻ വയ്യ. ഓരോ ആംഗിളുകളും ഓരോ വ്യത്യസ്ത രീതിയിൽ നമ്മളെ അദ്ദേഹം ഞെട്ടിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ സിനിമയുടെ വിജയത്തിൽ വളരെ വലിയൊരു പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. പ്രവീൺ പ്രഭാകറിൻ്റെ എഡിറ്റിങ്ങും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ സിനിമയെ നമ്മുടെ മുഷിപ്പിക്കാതെ ഒരു 2-2.5 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അതിൽ എഡിറ്റിങ്ങിനൊരു പ്രധാന പങ്കുണ്ട്. അതിൽ എന്തായാലും എഡിറ്റർ വിജയിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ ആഷിഖ് നടത്തിയ കാസ്റ്റിംഗ്
ഒരു 23 സ്ത്രീകഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്ത അദ്ദേഹം എന്നാണ് പറഞ്ഞത്. അത് എങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഇത്രയും ആപ്റ്റായിട്ടുള്ള നടിമാരെ കണ്ടെത്തി എന്നത് ഒരത്ഭുതം തന്നെയാണ്. എന്തായാലും നമുക്ക് തിയേറ്ററിൽ വളരെ ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് മമ്മൂട്ടി കമ്പനി നമുക്കായി തന്നിരിക്കുന്നത്. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. 7 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ മെഗാസ്റ്റാർ തിരിച്ചു വന്നത് വെറുതെ ആയില്ല. ഒരു വൻ ഹിറ്റോട് തന്നെയാണ് മെഗാസ്റ്റാർ വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വന്നത്.